വല്ലാത്ത ചൂടാവുമ്പോൾ നമ്മൾ വല്ലാത്ത പ്രഷറാവും. വല്ലാത്ത പ്രഷറായി കഴിഞ്ഞാൽ പോക്കറ്റിലെ പൈസ ഒന്നും നോക്കാതെ പോയി എ സി എടുക്കും. എന്നാൽ പല ആളുകൾ എ സി എടുക്കുമ്പോൾ പോക്കറ്റിലെ പൈസ നോക്കാറുണ്ട്, കീശ കാലിയാവാതെ നോക്കും. പക്ഷേ അങ്ങനെ എടുക്കുന്ന എ സി കീശ കാലിയാവുകയല്ല ചെയ്യുക, ഭാവിയിൽ കീശ കീറി അങ്ങ് പോകും. ഏതൊരു എ സി എടുക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് ചിന്തിക്കുക എന്നുള്ളതാണ്. 2025 ഏത് എ സി എടുക്കാം? 1 ടൺ എ സിയെ കുറിച്ചിട്ടാണ് നമ്മളിന്ന് പരിശോധിക്കുന്നത്. രണ്ട് എ സിയെ കമ്പാരിസണിലുള്ളത്. ഒന്ന് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്, ഒന്ന് കുറച്ചൊക്കെ പൈസയുണ്ട്. എന്നിരുന്നാൽ പോലും നമുക്ക് EMI കാര്യങ്ങളൊക്കെ കിട്ടുന്നത് കൊണ്ട് നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ ഉപയോഗിക്കാൻ നല്ലതാണ്. ആദ്യം തന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്ന കാര്യം വെച്ചാൽ, പലപ്പോഴും പല ആളുകൾ റൂം സൈസ് ഒന്നും നോക്കാതെ എ സി എടുക്കാറുണ്ട് എന്നുള്ളതാണ്. നമുക്കതൊന്ന് പരിശോധിക്കാം. ഏത് റൂമിന് ഏത് സൈസിന് ഏത് എ സി എന്നുള്ളത്. 1 ടൺ എ സി ഉപയോഗിക്കേണ്ട റൂം 100 മുതൽ 150 വരെ സ്ക്വയർ ഫീറ്റുള്ള റൂമുകളാണ്. ഗ്രൗണ്ട് ഫ്ലോറിലുള്ള റൂമാണ് എങ്കിൽ 100 സ്ക്വയർ ഫീറ്റ് ടു 150 സ്ക്വയർ ഫീറ്റ് ഇത് കറക്റ്റാണേ. പക്ഷെ നമ്മൾ വീടിന്റെ മുകളിലുള്ള റൂമിനാകുമ്പോൾ സ്വാഭാവികമായിട്ടും ചൂടൊന്നും കൂടിയും കൂടും. അപ്പൊ നമ്മൾ 1 ടൺ വെച്ചാൽ മതിയോ എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് ഒരു ടെക്നീഷ്യനെ വെച്ചുകൊണ്ട് നോക്കിക്കൊണ്ട് വേണം ചെയ്യാം. പലപ്പോഴും നമ്മൾ ഇലക്ട്രീഷ്യന്മാരെ കൊണ്ട് നോക്കിപ്പിക്കുക, അത് ചെയ്യരുത്. ഞാൻ എ സി ഫിറ്ററാണ്, എ സി റിപ്പയറും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഏത് എ സിയാണ് ഏറ്റവും കൂടുതൽ കംപ്ലൈന്റ് വന്നതെന്ന് എനിക്ക് പേഴ്സണലി അറിയാം. ഓക്കെ, എന്നാൽ ഏറ്റവും കുറവ് കംപ്ലൈന്റ് വന്ന ഒരു കുഴപ്പമില്ലാത്തൊരു എ സിയാണ് LG. അതുകൊണ്ടാണ് ഇതിൽ LGയെ കുറിച്ചിട്ടും ഒരു സാധാരണക്കാരന് വാങ്ങാൻ പറ്റുന്ന വോൾട്ടസിനെ കുറിച്ചും നമ്മൾ ചർച്ച ചെയ്തത്. ഇനി 1.5 ടൺ ആണെങ്കിൽ 150 മുതൽ 250 സ്ക്വയർ ഫീറ്റ്. അത് ഞാൻ പറഞ്ഞത് 1.5 ചിലപ്പോൾ മുകളിലേക്ക് ആവശ്യം വന്നു എന്ന് വരും എന്നുള്ളത്. ഓക്കെ, അടുത്ത 2 ടൺ എന്നത് 250 മുതൽ 400 സ്ക്വയർ ഫീറ്റ്. 2.5 ടൺ ഇതൊന്നും സാധാരണക്കാരന്റെ ആവശ്യമില്ല, എന്നാലും പറയാം 251 ടു 310 സ്ക്വയർ ഫീറ്റ് വരെ ഉള്ളതിനാണ്. ഇനി അടുത്തൊരു സംശയം വരുന്നത്, ഇൻവെർട്ടർ എ സി വാങ്ങണം എന്ന് എല്ലാവരും പറയുന്നു, സാധാരണ എ സി പോരാ, അതിന് വിലക്കുറവല്ലേ എന്നുള്ളത്. എന്നാൽ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇൻവെർട്ടർ എ സി തന്നെ വാങ്ങണം എന്നുള്ളത്. ഈ ഇൻവെർട്ടർ എ സിയിൽ തന്നെ 2 വകഭേദങ്ങളുണ്ട്. ഡുവൽ ഇൻവെർട്ടർ, അത് ഇപ്പോൾ LG മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഡുവൽ ഇൻവെർട്ടറും നോർമൽ ഇൻവെർട്ടറും അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അത് ഇൻവെർട്ടർ എ സി ഹാവ് വേരിയബിൾ സ്പീഡ് കംപ്രസേഴ്സ് വൈൽ നോൺ ഇൻവെർട്ടർ എ സി ഹാവ് ഫിക്സഡ് സ്പീഡ് കംപ്രസർ എന്നുള്ളതാണ്. അതായത് സാധാരണ എ സി, പണ്ടത്തെ എ സി, ആ എ സി വർക്ക് ചെയ്യുന്ന സമയത്ത് സിംഗിൾ റോട്ടറി മെഷീനാണ്. ആ ഒരു മെഷീന്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, റൂമിൽ നമ്മളൊരു ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് ഒരു 20 സെറ്റ് ചെയ്ത് വെച്ച് വിചാരിക്കുക. റൂം ഒരു 20 ആയി കഴിഞ്ഞാൽ അങ്ങ് ഓഫ് ആവും, കട്ട് ഓഫ് ആയി കഴിഞ്ഞ് വീണ്ടും അതിൽ നിന്നൊരു ചെറിയ മാറ്റം വരുമ്പോൾ വീണ്ടും ആ ഒരു കംപ്രസർ അങ്ങനെ ഓൺ ആവും. നമ്മൾ പലപ്പോഴും പറയും, സ്വിച്ച് ഓൺ ആകുമ്പോൾ എടുക്കുന്ന കറണ്ടും അത് കണ്ടിന്യൂ ആയി വർക്ക് ചെയ്തിരിക്കുന്ന കറണ്ടിനും തമ്മിൽ വ്യത്യാസം ഉണ്ടാവുന്നത്. അപ്പോൾ കംപ്രസർ ഓൺ ആയി ഓഫ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? വലിയ രീതിയിലെ വാട്ട്സ് യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. എന്നാൽ ഇൻവെർട്ടർ എ സികൾ പ്രത്യേകിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു വേരിയബിൾ സ്പീഡിൽ അതിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവും. റൂം ടെമ്പറേച്ചർ നമ്മൾ 20 സെറ്റ് ചെയ്ത് വിചാരിക്കുക. അപ്പൊ 20 എത്തുമ്പോൾ ഇതെന്താ 20 ഇങ്ങനെ നിലനിർത്തിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. അതായത് ഓഫായി ഓൺ ആവുന്ന ഒരു സംവിധാനം ഇതിലില്ല. പലപ്പോഴും പല ആളുകൾ വിചാരിക്കും അങ്ങനെയാണെങ്കിൽ കറണ്ട് കൂടില്ലേ ചെയ്യുക എന്നുള്ളത്. പക്ഷെ അത് അങ്ങനെയല്ല. കംപ്രസർ ഓൺ ആവുന്ന സമയത്ത് എടുക്കുന്ന കറണ്ടും അത് നിരന്തരം ഓണായി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തുള്ള കറണ്ടും തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടാവും. അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ പിന്നെ അടുത്തൊരു ഡൗട്ടാണ്, എന്താണ് ഇപ്പോൾ ഈ ഇൻവെർട്ടർ എ സിയും ഈ ഒരു എ സിയും തമ്മിൽ മറ്റൊരു വ്യത്യാസം ശബ്ദം തന്നെയാണ്. ഇപ്പൊ ഭയങ്കര ശബ്ദമായിരിക്കും നോർമൽ എ സികളുടെ. കംപ്രസറിന്റെ അടുത്ത് പോയി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. പക്ഷെ ഡുവൽ ഇൻവെർട്ടർ എ സികളുടെയും ഈ ഇൻവെർട്ടർ എ സികളുടെ ശബ്ദത്തിൽ സൈലന്റ് പ്രവർത്തനമായിരിക്കും. ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ എ സി വെക്കുന്നതുകൊണ്ട് മറ്റേ വീട്ടിലുള്ള ആൾക്ക്, അയൽവാസികൾക്ക് പ്രശ്നം ഉണ്ടാവാനൊരു സാധ്യതയുണ്ട്. അതൊക്കെ ഒഴിവാക്കാനും ഈ ഒരു കാര്യം വളരെ നല്ലതാണ്. അടുത്തത് കറണ്ട് ബില്ലാണ്. ഇൻവെർട്ടർ എ സിയിലേക്ക് വരുമ്പോൾ കറണ്ട് ബില്ല് വളരെ കുറവായിരിക്കും. നമുക്ക് നേരെ ഈ ഒരു എ സിയിലേക്ക് കടക്കാം, അതായത് LG എ സിയിലേക്ക് കടക്കാം. LG എ സിയുടെ ഒന്നാമത്തെ പ്രത്യേകതയായിട്ട് പറയുന്ന കാര്യം ഇത് തന്നെയാണ്. ഡുവൽ ഇൻവെർട്ടർ സിസ്റ്റം ആണ് ഇതിന്റെ കംപ്രസർ വരുന്നത്. ഡുവൽ ഇൻവെർട്ടർ എ സിയുടെ പ്രത്യേകിച്ചിട്ടുണ്ടെങ്കിൽ 2 റോട്ടറി കംപ്രസർ ഉണ്ടാവും. അതേപോലെ തന്നെ ഈ സാധാ ഒരു സിംഗിൾ ഇൻവെർട്ടർ സിസ്റ്റം സിംഗിൾ ആയിട്ടിരിക്കും അല്ലെ. എന്താ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഡുവലിന് ഒരു പ്രത്യേകത വെച്ചാൽ മോർ കൂളിംഗ് കിട്ടുകയും അതേപോലെ തന്നെ ഭയങ്കര സൈലന്റ് ആവുകയും ചെയ്യും എന്നുള്ളതാണ് പറയുന്നത്. അതേ തിരിച്ച് സിംഗിൾ ഇൻവെർട്ടർ ആവുന്നുണ്ടെങ്കിൽ ഇതിന്റെ ഒരു ചെറിയൊരു മാറ്റം ഉണ്ടാവും, കുറച്ച് ശബ്ദമുണ്ടാകും, ചെറിയൊരു മാറ്റം. അതായത് ഡുവൽ ഇൻവെർട്ടർ ആവുമ്പോൾ ഒന്നും കൂടി കറണ്ട് ബില്ല് കുറയും എന്നുള്ളൊരു കാര്യം. സിംഗിൾ ആകുമ്പോൾ അതിന്റെ ഒരു ചെറിയ മാറ്റം, ഈ ഒരു മാറ്റം മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യം നമ്മുടെ LG ചെയ്യുന്നുണ്ട്, LGയിലാണ് അത് ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ്. അതേപോലെ അടുത്തൊരു സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ AI ആണ്. AI ഡുവൽ ഇൻവെർട്ടർ ആണ്. AI ഡുവൽ ഇൻവെർട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൂമിലെ ടെമ്പറേച്ചറിനനുസരിച്ചിട്ട് അതിന്റെ പ്രവർത്തനം AI ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റ് രീതിയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ്. അടുത്തൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നിങ്ങളുടെ ഔട്ട്ഡോർ വെക്കുന്ന സമയത്ത് പലപ്പോഴും പല ആളുകളും ഒരു ഇതും ഇല്ലാതാണ്ട് കൊണ്ടുപോയി വെക്കുന്ന ആളുകളുണ്ടാവും.
ഒരിക്കലും മഴയോ വെയിലോ നേരിട്ട് തട്ടാത്ത രീതിയിൽ വെക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ കംപ്രസറിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ഫാനിന് തിരിയുമ്പോൾ കാറ്റ് പാസ് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ തന്നെ വെക്കണം. അല്ലെങ്കിൽ ഓവർ ഹീറ്റ് ആവാൻ സാധ്യതയുണ്ട്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ ഓവർ ഹീറ്റ് ആയാലും പ്രശ്നമാണ്. പിന്നെ 6 മാസം അല്ലെങ്കിൽ 3 മാസത്തിൻ്റെ ഇടയിലൊക്കെ കൃത്യമായിട്ട് കംപ്രസറിൻ്റെ ആ ഒരു ഭാഗവും ക്ലീൻ ചെയ്യുക എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ അടുത്തത് AI കൺവേർട്ടബിൾ 6-in-1 കൂളിംഗ് മോഡാണ്. 100% കപ്പാസിറ്റിയിൽ പ്രവർത്തിക്കുകയാണ് മോഡ് 1. ഇതിന് പ്രത്യേകത ക്രൗഡഡ് ആൻഡ് വെരി ആക്റ്റീവ്, ഒരുപാട് ആളുകളൊക്കെ ഉള്ള സമയത്ത് നമുക്ക് മോഡ് 1 യൂസ് ചെയ്യാം. അതേപോലെ തന്നെ നമ്മൾ അതിനനുസരിച്ചിട്ടാണ് അതിലെ മോഡ് 4, 5, 6 മോഡലുകൾ. അതുപോലെ നമ്മളുടെ ഇഷ്ടാനുസരണം നമുക്ക് 6 മോഡുകൾ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. എല്ലാ AC-കൾക്കും അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഒന്നും ഉണ്ടാവില്ല. LGയിൽ കുറച്ച് കൂടുതലുണ്ടാവും. അതിനേക്കാൾ കൂടുതൽ ഈ ഫീച്ചേഴ്സ് ഉള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇതൊക്കെ കൺഫ്യൂഷന് ഇടവരുത്തുന്ന സംഭവം കൂടിയാണ്. പക്ഷേ ഓക്കെ, നോർമലാണ്. റിമോട്ടിൽ എല്ലാതും സിംഗിൾ ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ടാവും. അതേപോലെ ഒരു സാധനമാണ് ഗോൾഡ് ഫിൻ. ഈ ഗോൾഡ് ഫിൻ എന്ന സാധനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പെട്ടെന്ന് ചൂട് പിടിക്കാതിരിക്കാൻ അതിനാണ് ഈ ഒരു കോപ്പർ ഭാഗം കോട്ടിങ് കൊടുത്തിട്ടുണ്ടാവുക. ഇത് കണ്ടൻസറിന്റെ ഭാഗത്തുള്ള കോയിലിന്റെ മുകളിൽ കൊടുക്കുന്നതാണ്. അതേപോലെ തന്നെ അതിൽ ആന്റി ഫംഗൽ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളൊരു കാര്യം കൂടി പറയുന്നുണ്ട്. അലുമിനിയം ഉള്ളിൽ കൂടുതലായിട്ട് ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ച് കൊടുക്കുന്നത് നോർമലി എല്ലാ ഔട്ട്ഡോറിലും അങ്ങനെ തന്നെ ഉണ്ടാവുക. ഫാസ്റ്റർ കൂളിംഗ്, അതായത് വിരാട് മോഡ് എന്നുള്ള ഒരു ഓപ്ഷൻ, അത് കുറച്ച് കാലങ്ങളായിട്ട് അവർ ചെയ്യുന്ന ഒരു സാധനമാണ് ഈ വിരാട് മോഡ്. വിരാട് മോഡിന് പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ 2 ടൈം ഫാസ്റ്റർ സ്പീഡ് ആയിരിക്കും ഇതിന്റെ സ്വിംഗ് മോട്ടേഴ്സിന്. അതായത് നമുക്ക് ഈ ഒരു വിരാട് മോഡിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കൂടുതൽ സ്പീഡിൽ കൂളിംഗ് നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കാൻ, റൂമിന്റെ മുഴുവൻ ഭാഗങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വിരാട് മോഡ് എന്നുള്ള ഒരു ഓപ്ഷൻ വെച്ചിട്ടുള്ളത്. അടുത്തത് എല്ലാ കമ്പനിയും കൊടുക്കുന്ന ഒരു സാധനം തന്നെ കംപ്രസറിന് 10 വർഷം വാറണ്ടി, അത് എല്ലാ കമ്പനിയും കൊടുക്കും. അതുപോലെ PCBക്കും മോട്ടറിനും, ഇൻഡോർ യൂണിറ്റിലെ PCBക്കും യൂണിറ്റിനും മോട്ടറിനും കൂടെ 5 വർഷം വാറണ്ടിയാണ് അവർ കൊടുക്കുന്നത്. അത് എല്ലാ കമ്പനിയും കൊടുക്കാറില്ല. ചില കമ്പനി 1 ഇയറേ കൊടുക്കാറുള്ളൂ. ഈ PCB ഇപ്പം കാലം മാറിയതിനനുസരിച്ചിട്ട് ഇതിന് ബോർഡും കാര്യങ്ങളൊക്കെ മാറി ഇത്തിരി കുഞ്ഞും ബോർഡായിട്ട് മാറിയിട്ടുണ്ട്. അതിന് വാറണ്ടി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നല്ല പണിയാണ്. അതേപോലെ അടുത്തൊരു സംഭവം ആന്റി വൈറസ് പ്രൊട്ടക്ഷൻ ആണ്. ഈ ആന്റി വൈറസ് പ്രൊട്ടക്ഷൻ 3 സ്റ്റെപ്പ് ആയിട്ടുണ്ട്. അത് അത്രയും ഫിൽട്ടർ ചെയ്തുകൊണ്ടാണ് പ്രവർത്തിക്കുക എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. ഓക്കെ, ഇതിന്റെ ഇടയിൽ ഞാൻ പറയാൻ വിട്ടുപോയ മറ്റൊരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഡോർ യൂണിറ്റിന്റെ ഉൾഭാഗത്തായിട്ട് ജസ്റ്റ് അതിന്റെ ഒരു ക്യാപ്പ് തുറന്നു കഴിഞ്ഞാൽ അതിനുള്ളിൽ ഒരു ഫിൽട്ടർ ഉണ്ടാവും അല്ലെ. ആ ഫിൽട്ടർ നമ്മൾ ഇടക്കൊക്കെ ഒന്ന് ഊരി ക്ലീൻ ചെയ്യണത് നല്ലതാണ്. അല്ലാത്ത പക്ഷം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. പൊടി അവിടെ പിടിച്ചു നിൽക്കാൻ സാധ്യതയുണ്ട്. പിന്നെ മഴക്കാലമാകുമ്പോൾ AC ഓഫാക്കി വെക്കുന്ന ആളുകളോട് മഴക്കാലത്തും ഏതെങ്കിലും ഒരാഴ്ചയിലെങ്കിലും 2 തവണയെങ്കിലും AC ഒന്ന് ഓണാക്കി ഓഫാക്കുക. അതൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമെന്നുള്ളതാണ്. അത് പ്രധാനമായിട്ട് നമ്മൾ കാത്തിരിക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ 3 സ്റ്റാർ ആണോ 5 സ്റ്റാർ ആണോ 4 സ്റ്റാർ ആണോ എന്ന് അറിയണം. അതേപോലെ കറണ്ട് ബില്ല് ഏതാണ് ലാഭം എന്നറിയണം. ഏതിനാണ് കൂടുതൽ തണുപ്പ് നമുക്ക് കിട്ടുക എന്നുള്ളൊരു കാര്യമാണ് നോക്കേണ്ടത്. LGയിൽ നമ്മൾ 3 ടൈപ്പാണ് ഇപ്പോൾ ഉള്ളത്. 3 സ്റ്റാർ 4 സ്റ്റാർ 5 സ്റ്റാർ ഇപ്പോൾ നിലവിലുണ്ട്. 2025 ഇറങ്ങിയിട്ടുണ്ട്. 3/4 ടൺ എന്നൊരു സാധനം ഇപ്പോൾ ഒരു കമ്പനിയും കൊടുക്കുന്നില്ല. ചിലപ്പോൾ വരാനൊരു സാധ്യതയുണ്ട്. വോൾട്ടാസിലാണ് ഞാൻ കൂടുതൽ അങ്ങനെ കണ്ടിട്ടുള്ളത്. 3 സ്റ്റാർ ആണ് വരുന്നതെങ്കിൽ ICIR, അതായത് ആനുവൽ ഇലക്ട്രിസിറ്റി കൺസഷൻ വരുന്നത് 650.52 പെർ യൂണിറ്റ് ആണ്. ICIR 3.96. ഈ ICIR കൂടുന്നതിനനുസരിച്ചിട്ടാണ് നമുക്ക് ഇലക്ട്രിസിറ്റി കുറയുക എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. പലപ്പോഴും പല ആളുകൾ അത് 3.5 ഉള്ളൂ, ഇതെടുക്കാം, 5 സ്റ്റാറിന് അങ്ങനല്ല 5 ആണ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എടുക്കുക. അതൊരു മണ്ടത്തരാണ്. ICIR കൂടുമ്പോഴാണ് നമ്മളെ ഇലക്ട്രിസിറ്റി കുറയുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഇതിന്റെ മാക്സിമം കൂളിംഗ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 3650 വാട്ടിൽ പ്രവർത്തിക്കുന്നുള്ളതാണ്. അത്യാവശ്യം കുഴപ്പമില്ല അല്ലെ. ICIR 4.70 4 സ്റ്റാർ ആണ്. 4 സ്റ്റാറിന് 571.99 ആണ് ഇലക്ട്രിസിറ്റി കൺസപ്ഷൻ വരുന്നത് പെർ ഇയർലി. കൂളിംഗ് കപ്പാസിറ്റി 3850 ആണ്. ഓക്കെ, 3 സ്റ്റാറിന് 3650, 4 സ്റ്റാറിന് 3850. അടുത്തത് 5 സ്റ്റാർ. 5 സ്റ്റാർ ആണെങ്കിൽ 4110 വാട്ട് ഫാസ്റ്റർ കൂളിംഗ്, അതിന് മാക്സിമം കപ്പാസിറ്റി ആണ്. അതേപോലെ ICIR 5.25, കറണ്ടോ 515.84. അപ്പോൾ നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം തന്നെ അത് 5 സ്റ്റാർ എടുക്കുക നല്ലത് എന്നുള്ളത്. ഈ 3 AC-കളും തമ്മിൽ 1000 2000 രൂപയുടെ മാറ്റമേ ചിലപ്പോൾ ഉണ്ടാവുള്ളൂ. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ചിലപ്പോൾ വിചാരിക്കും നമ്മൾ 5000 രൂപ കൂട്ടിയായിട്ട് അത് വാങ്ങാനായിട്ട് നല്ല ഇത് തന്നെ വാങ്ങില്ലേ എന്നുള്ളത്. അതിന് മണ്ടത്തരാണ്. നിങ്ങൾക്ക് പകുതി പൈസ ഉള്ളു, കയ്യിൽ വെച്ച് പകുതി കൊടുത്തിട്ട് EMI കിട്ടാം. വോൾട്ടാസ് വളരെ
ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സാധനമാണ്, വളരെ പൈസ കുറഞ്ഞിട്ടുള്ള ഒരു സാധനമാണ്. അതുപോലെ ബിൽഡ് ക്വാളിറ്റി കുഴപ്പമില്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു എ സി ആണ്. സാധാരണക്കാരന് അച്ചീവ് ചെയ്യാൻ കഴിയും. 26,000 മുതൽ 31,000 വരുന്നുള്ളൂ. പക്ഷേ എൽ ജിയുടെ റേറ്റ് സ്റ്റാർട്ടിങ് തന്നെ 30,000 മുകളിലേക്കാണ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. റേറ്റ് ഉണ്ട്. വോൾട്ടാസിലേക്ക് വരുമ്പോൾ റേറ്റ് കുറവാണ്. അപ്പൊ നമ്മൾ വിചാരിക്കും ഇത് അങ്ങനെയാണെങ്കിൽ മോശമാവുമെന്ന്. എന്നാൽ റേറ്റ് കുറവുള്ളതിൽ കുഴപ്പമില്ലാത്തൊരു മോഡലാണ്. കോപ്പർ കണ്ടൻസർ ആണ് വരുന്നത്. കോപ്പർ കണ്ടൻസർ അല്ലാതെ അലുമിനിയം കണ്ടൻസർ ഒക്കെ ഉള്ളത് എടുത്തു കഴിഞ്ഞാൽ പൊന്നു മക്കളെ ലീക്ക് ആവാൻ സാധ്യത വളരെ കൂടുതലാണ്. ഒരുപാട് പൈസ അങ്ങനെ ചിലപ്പോൾ ലീക്ക് ആയിട്ടൊക്കെ പോകാൻ സാധ്യതയുണ്ട്. 4 സ്റ്റേജ് അഡ്ജസ്റ്റബിൾ മോഡുള്ളൂ. വോൾട്ടാസിൽ എൽ ജിയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് 6 ആണ്. 4 മോഡേ ഉള്ളൂ എന്നുള്ളതാണ്. അതാ പറഞ്ഞ വളരെ നോർമലി യൂസ് അടിപൊളിയായിട്ട് ഉപയോഗിക്കാം എന്നുള്ള സാധനമാണ്. ഇൻവെർട്ടർ കംപ്രസർ തന്നെയാണ് വരുന്നത്. അപ്പോൾ കറണ്ട് ബില്ല് ആ ഒരു രീതിയിലൊക്കെ ഉണ്ടാവുള്ളൂ. എല്ലാത്തിനും ആന്റി ഡസ്റ്റ് ഫിൽട്ടർ വിത്ത് ആന്റി മൈക്രോബയൽ കോട്ടിങ് ഇങ്ങനെ സാധനം. ആന്റി ഫിൽട്ടർ ആന്റി ക്ലീനിങ് മെത്തേഡ് ഉണ്ടെന്ന് പറയുന്നു. അതൊരു 50% എടുത്താൽ മതി. കാരണം ഈ ഒരു ഇൻഡോറിന്റെ കാര്യമാണ്. ഇൻഡോറിൽ ഈ ഒരു കോയിലിന്റെ ഭാഗങ്ങളൊക്കെ ഓട്ടോമാറ്റിക് ആന്റി ക്ലീൻ ചെയ്യും എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ കുറച്ച് മണ്ടത്തരാണ്. അങ്ങനെ പൂർണ്ണമായിട്ട് ചെയ്യാൻ ഒരു കമ്പനിക്കും കഴിയുന്നില്ല ഇപ്പോഴും. അതിന് സെപ്പറേറ്റ് ഒരു മോട്ടർ അടിച്ചിട്ട് അവരുടെ ഉള്ളിൽ ഫിറ്റ് ചെയ്യേണ്ടി വരും. അതൊക്കെ വലിയ അബദ്ധം. 4-in-1 അഡ്ജസ്റ്റബിൾ മോഡ്, കൂളിംഗ് അത്ര വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാം. സ്ലീപ്പ് മോഡ്, മെമ്മറി റീസ്റ്റാർട്ട്, ആന്റി ക്രോസിംഗ് കോട്ടിംഗ്, ഹിഡൻ ഡിസ്പ്ലേ, അങ്ങനെ കുറെ ഫീച്ചേഴ്സ് ഇരുന്നുണ്ട്. അതിലെ ഓട്ടോ ക്ലീനിങ് ഫംഗ്ഷൻ നമ്മൾ പറഞ്ഞു. 1 ഇയർ ആണ് ഇതിന്റെ ഇൻഡോർ യൂണിറ്റിന്റെ വാറണ്ടി. 10 ഇയർ കംപ്രസർ വാറണ്ടി. PCB വാറണ്ടി അവർ കൊടുക്കുന്നില്ല. എന്നാൽ പുതിയ വരുന്ന കുറെ ഈ വരെ മോഡലിന് തന്നെ ചിലപ്പോൾ അതും കൊടുക്കുന്നുണ്ടാവും. ഓക്കെ, 5 സ്പീഡ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്പീഡാണ്. ഇതൊരു നോർമൽ സംഭവമാണ് കേട്ടോ. ഒരു വലിയ കിടിലൻ സംഭവം എന്ന് വെച്ചൊന്നും ഞാൻ വോൾട്ടാസിനെ പരിഗണിക്കില്ല. 1 ടണ്ണിനെ 1 ടൺ ഒരു സാധാരണ ഒരു 110 സ്ക്വയർ ഫീറ്റിന്റെ ഉള്ളിലുള്ളതിന് മാത്രം 1 ടൺ യൂസ് ചെയ്യുക. 150 ഒന്നും നിങ്ങൾ നോക്കരുത്. 150-ലേക്കൊക്കെ അത് മരിച്ച് പണിയെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെതായ പ്രശ്നങ്ങൾ വേറെ വരും. ഇതൊരു പൈസ കുറവായതുകൊണ്ട് ഞാൻ ഇതിൽ സാധാരണക്കാരന് ആവശ്യം ഉണ്ടാവും, അതുകൊണ്ട് പറയാണ്. ഇതിൽ 3 സ്റ്റാറിന് വരുന്നത് 672 യൂണിറ്റ് പെർ ഇയറിൽ. അതേപോലെ ICR 3.80 3 സ്റ്റാറിന്. 5 സ്റ്റാറിലേക്ക് വരുമ്പോൾ ഇതിന് വരുന്നത് ICR 5 ആണ്. 518.75 ആണ് ആനുവൽ കൺസപ്ഷൻ. ഓക്കെ, ഇതിന്റെ റേറ്റ് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് പോലെ ആവണമെന്നില്ല. 26,000 മുകളിൽ അങ്ങോട്ട് 30,000 രൂപത്തിന്റെ ഉള്ളിൽ 1 ടൺ വോൾട്ടാസിന് ഇത്രയും കാലം റേറ്റ് ഉണ്ടായിരുന്നുള്ളൂ. ഇനി അതിൽ കൂടുതലൊന്നും പറയാൻ കഴിയില്ല. അപ്പോൾ ഏറ്റവും നല്ല AC ആയിട്ട് ഞാൻ എപ്പോഴും പരിഗണിക്കുന്ന AC LG ആണ്. എൻ്റെ വീഡിയോസ് നോക്കിയാൽ പല ആളുകൾക്കും മനസ്സിലാവും. ഈ ഒരു ചാനലിൽ ഞാൻ എന്റർടൈൻമെന്റ് മാത്രം ഇടുന്ന ചാനലാണ്. പക്ഷേ ഇനി അങ്ങോട്ട് ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കുറച്ച് വീഡിയോസും കൂടി ഞാൻ ഇതിലിടാൻ ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ വിവരങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കുക. എന്റർടൈൻമെന്റ് ഈ സിനിമ മാത്രമല്ലാതെ പലതും എത്തിക്കാനുള്ള ഒരു ശ്രമം നടത്താൻ വേണ്ടിയിട്ടാണ് ഇതിലേക്ക് എത്തിക്കുന്നത്. നമ്മളൊരു AC മെക്കാനിക്കും AC ഫിറ്ററും ഒക്കെയാണ്. അതുകൊണ്ടാണ് ഈ ഒരു വിഷയത്തിൽ ആധികാരികമായിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ജ്ഞാനം ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ കാര്യം ചെയ്യുന്നത്. ഇതിൽ സാധാരണക്കാരന് അച്ചീവ് ചെയ്യാൻ കഴിയുന്ന 2 AC, അതിലെ ഇന്ത്യയിലെ തന്നെ ബെസ്റ്റ് ACയിൽ ഒന്ന് LG, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട മറ്റൊരു AC ആയിട്ട് വോൾട്ടാസ്. ഇങ്ങനെയാണ് ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളത്. സാധാരണക്കാർ വോൾട്ടാസ് കൂടുതൽ എടുക്കും. സാധാരണക്കാരന് ഏത് AC എടുക്കാൻ കഴിയുന്ന രീതിയിലേക്ക് മാറി EMI ഒക്കെ നമുക്ക് എടുക്കാൻ കഴിയും അല്ലേ. ഓക്കെ, അപ്പോൾ പരമാവധി ഷെയർ ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ ഏത് AC ആണ് സംസാരിക്കേണ്ടത്, ഏത് AC കമ്പയർ ചെയ്യണം എന്നൊക്കെ നമുക്ക് കമന്റ് ചെയ്താൽ നമുക്ക് വരാം. ഓക്കെ, ചാനൽ ഇഷ്ടപ്പെടുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക. വരാൻ വീണ്ടും പുതിയ വാർത്താവിശേഷങ്ങളുമായി. സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.